ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പുലർച്ചെ 5:30 എന്നത്തെയും പോലെ എഴുന്നേറ്റിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കൂരി ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. ഇടയ്ക്കിതാ പ്രകാശകിരണങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നതും ചായ വെച്ചു, അതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ അരിയിടാനും വെള്ളം വെച്ചിട്ടുണ്ട്. വേഗം പോയി അടിച്ചു വാരി തുടച്ചു. പിന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സോയാബീൻ കറിയും ചപ്പാത്തി ആയിരുന്നു. ഒരു പ്ലാൻ ചെയ്തൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ തലേന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഇന്നിപ്പോൾ തലേന്ന് പ്ലാനൊന്നും ചെയ്തില്ല, എണീറ്റ് വന്ന് അങ്ങനെ അത് ഉണ്ടാക്കി. അത് ഞാൻ ചിയ സീഡ് ഇട്ട വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഉച്ചത്തേക്ക് ഇന്ന് നമുക്ക് ചേമ്പും തണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേമ്പും തണ്ട് കൂട്ടാൻ വെച്ച് കഴിക്കുന്നത്. പിന്നെ ഉപ്പേരി പയറുപ്പേരി ആയിരുന്നു. അമ്മയാണ് ചേമ്പും തണ്ട് കഴുകി വൃത്തിയാക്കി തന്നതും അരിഞ്ഞു തന്നതും ഉള്ളി അരിഞ്ഞ് തന്നതും അതൊക്കെ. ഇന്ന് ഉണ്ണി വൈകിയാണ് എഴുന്നേറ്റത്. അത് കാരണം നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു എനിക്ക് അമ്മയ്ക്ക് അടുക്കളയിൽ നിൽക്കാൻ, സ്വസ്ഥമായിട്ട് നിൽക്കാൻ. അപ്പോൾ പരിപ്പ് ഇതാ കുക്കറിലിരുന്ന് ആവി കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നാക്കിയിട്ട് അമ്മ കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ വേഗം ഉപ്പേരിക്കുള്ളതൊക്കെ നന്നാക്കാൻ പോവാണ്. പയറുപ്പേരിയാണ് നമുക്കിന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കൂട്ടാൻ വെക്കണത്. ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ തീരെ മറക്കരുത് കേട്ടോ. കമൻറ്റൊക്കെ ഇങ്ങനെ പോന്നോളിയും. അതൊക്കെ ഇതാ നമുക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റ് ഇടുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്കുള്ളത് ഞാനിവിടെ എരിയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തു കേട്ടോ. വെന്തതിന് ശേഷം ഞാൻ തണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ച്. അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത്. പിന്നെ പപ്പടം കാച്ചി ഉപ്പേരിയും വെച്ചു കേട്ടോ. നമ്മുടെ കറിയിലേക്കുള്ള അരപ്പിന് കുറച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും നന്നാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു. നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് വറുത്തിടാൻ. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടു, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. നമ്മുടെ താളിപ്പും റെഡിയായി. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് ഉപ്പ് കൂടിപ്പോയിട്ടാ. പിന്നെ എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം നീട്ടിയെടുത്തു. അങ്ങനെ നമ്മുടെ കറിയും റെഡിയായി, ഉപ്പേരിയും റെഡിയായി. നമ്മുടെ ഓൾമോസ്റ്റ് രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള ഞാൻ വൃത്തിയാക്കി ഇട്ടു. അതിന് ശേഷമാണ് ഉണ്ണി എഴുന്നേറ്റത്. ഉണ്ണിക്ക് ഫീഡ് ചെയ്തതിന് ശേഷം ഉണ്ണീനെ കുളിപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയിട്ട് തല മസാജ് ചെയ്യാൻ പോയി. ഇത് അമ്മ ഉണ്ടാക്കിയ എണ്ണയാണ്. നല്ല തല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടി ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതിങ്ങനെ എണ്ണ തേച്ചിട്ട് തലയിൽ കെട്ടി വെച്ച് കുളിച്ച് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അമ്മയ്ക്ക് എന്താ വയ്യാന്ന് പറയണ കേട്ടു. അപ്പോൾ ഞാനും അമ്മയും ഉണ്ണിയും കൂടി പോവാട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ആൾ ടി വിയിൽ നോക്കി നല്ല സീരിയൽ എന്തോ കാണുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കാറായി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ബൈ.